أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. اللهم لك الحمد ولك الشكر وإليك نسعى ونحفد نرجو رحمتك يا الله ونخشى عذابك يا الله. وصل على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين. نبيت الاعتكاف في هذا المسجد لله تعالى إلا ശ്രേഷ്ഠവും പരിപാവനവുമായ ഭജനമിരിക്കലിന്റെ പ്രതിജ്ഞ പുതുക്കി അല്ലാഹുവിന്റെ ഈ ആരാധനാലയത്തിന്റെ അകത്തളത്തിൽ നമ്മളെല്ലാവരും വിശുദ്ധ റമദാനുൽ ശരീഫിന്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റമദാനിനോട് യാത്ര ചോദിക്കുന്ന, അല്ലെങ്കിൽ റമദാനിനെ ഔദ്യോഗികമായിട്ട് നമ്മൾ യാത്രയാക്കുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ജമാഅത്തിനെ പ്രതീക്ഷിച്ച് നോമ്പ് നോറ്റ് അള്ളാഹുവിന്റെ സുഹൃതം നെഞ്ചേറ്റിയിട്ട് ഇവിടെ കുടികൊള്ളുന്നത് സർവശക്തനായ തമ്പുരാൻ നമ്മുടെ രണ്ട് ലോകത്തെ വിജയത്തിനുമുള്ള നിദാനങ്ങളാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പാപങ്ങളെ മുഴുവൻ മോചിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മളെ മുഴുവൻ സ്വർഗത്തിലേക്ക് പേര് എഴുതി ചേർത്ത അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു ഐതക്ക് ചൊല്ലിയ ആളുകളിൽ അള്ളാഹു നമ്മുടെ പേരിനെ പ്രദർശിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ഖബറിനെ വെളിച്ചമാക്കി തരട്ടെ. റമദാനിന്റെ സുന്ദരമായ അവസാനത്തെ വെള്ളിയാഴ്ച മസ്ജിദുൽ ജാമിഇൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ നമുക്ക് മുതൽകൂട്ടായി പടച്ചറപ്പ് പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഹസനാത്തുകളെ അള്ളാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ സയ്യിആത്തുകളെ അള്ളാഹു റമദാനിന്റെ ഹത്ത് കൊണ്ട് കരിച്ചു കളയട്ടെ. നമ്മുടെയും നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും സകലമാന രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ച മാതാപിതാക്കളുടെ പേരിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത മക്കളുണ്ട്, സ്വതക്ക ചെയ്ത ആളുകളുണ്ട്, രോഗികളെ പരിചരിച്ചവരുണ്ട്, വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം ഒരുക്കി കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകൾ ഉറ്റവർക്ക് വേണ്ടി ഉടയവർക്ക് വേണ്ടി ചെയ്ത ബന്ധുമിത്രാദികളുണ്ട്, മക്കളുണ്ട്. അല്ലാഹു അവരിൽ നിന്ന് ഒരു ജാരിയായ സ്വതക്കയായി അത്തരം ദാനധർമ്മങ്ങളെ ഈ റമദാനിന്റെ ഹക്ക് കൊണ്ട് കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയെ സഹായിക്കുന്നവരെ അല്ലാഹു എന്നും സഹായിക്കട്ടെ. നമുക്കൊക്കെ ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ്സ് റബ്ബ് തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ അക്രമൽ അക്രമീൻ. പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്ത് ഒരു തീർത്ഥയാത്ര നടത്തിയ പ്രതീതി പല വിശ്വാസികൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, നല്ല കാരണവന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. റമദാൻ അവർക്കൊക്കെ ഒരു അനുഭൂതിയുടെ വസന്തമായിരുന്നു. പെട്ടെന്ന് ആ വസന്തം എങ്ങനെയാണ് വിട പറയുമ്പോ പിന്നെ ഒരു ആളലാണ്, ഉള്ളിന്റെ അകത്തൊരു ആളലാണ്. എന്താണ് ആളല്? അടുത്ത കൊല്ലം റമദാൻ വരും, പക്ഷെ ഞാൻ ഉണ്ടാകുമോന്ന് എനിക്ക് അറിയൂലല്ലോ റബ്ബേ. ഇന്നലെ പലപ്പോഴും നമ്മൾ ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചൊരു രാത്രിയായിരുന്നു. ഒന്ന് വെള്ളിയാഴ്ച രാവ്, ഒന്ന് 27-ാം രാവ്. ഇതൊക്കെ സമഞ്ജസമായി സമ്മേളിക്കുമ്പോ സ്വാഭാവികമായും ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷ പല ആളുകളിൽ ഉണ്ടാവുകയും അതിന്റെ പേരിൽ ഉറക്കൊഴിക്കാനും അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പോയി ചടഞ്ഞിരിക്കാനും ഒറ്റക്കായിട്ടും കൂട്ടത്തിലായിട്ടും റബ്ബിനോട് സങ്കടങ്ങളെ എണ്ണി എണ്ണി പറയാനും പാപങ്ങളെ മോചിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള തീവ്രമായ ശ്രമങ്ങൾ പല ആളുകളിലും ഇന്നലെ പല ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധ്യമായി. അതൊക്കെ ഒരു തരം നോവാണ്. എന്താണ് ആ നോവ്? പഠിച്ചോനെ, എന്റെ ഖദർ ഖലാഖ് എങ്ങനെയാണ് എന്നറിയൂലല്ലോ റബ്ബേ. അതാണ് കാര്യകർത്താക്കളായിരിക്കുന്ന മലക്കുകളുടെ കയ്യിലേക്ക് അത് ഇസ്രാഫീൽ അലൈഹിസ്സലാമുണ്ട്, അസ്രായിൽ അലൈഹിസ്സലാമുണ്ട്, മീകായിൽ അലൈഹിസ്സലാമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. മുദബ്ബിറാത്തുൽ ഉമൂർ എന്നാണ് ഈ 4 മലക്കുകൾക്കുള്ള ഓമന പേര്. ആ മുദബ്ബിറാത്തുൽ ഉമൂർ ആകുന്ന മലക്കുകളുടെ കയ്യിലേക്ക് ഉമ്മു കിതാബിൽ നിന്ന് ഈ വർഷം നടക്കാനിരിക്കുന്ന വിധികളെ അല്ലാഹു പകർത്തി എഴുതിയിട്ട് ഏൽപ്പിക്കുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ്. ആരൊക്കെ എപ്പം മരിക്കണം, ആരൊക്കെ എവിടെയൊക്കെ യാത്ര ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ റിസ്ക് കിട്ടണം, ആർക്കൊക്കെ എന്തൊക്കെ പുരോഗതി ഉണ്ടാകണം, ആർക്കൊക്കെ എന്തൊക്കെ അധോഗതി ഉണ്ടാകണം, ആരൊക്കെ ബർക്കത്തുകൾ ഏറ്റുവാങ്ങണം, ഏതൊക്കെ കുട്ടികൾ ഇവിടെ ജനിക്കണം, ആരൊക്കെ ഇവിടെ മരിച്ചു പിരിയണം, എല്ലാ കാര്യങ്ങളും റബ്ബ് തആല ഉമ്മു കിതാബിൽ നിന്ന് ഒരു കൊല്ലത്തേക്കുള്ളത് പകർത്തി എഴുതിയിട്ട് മുദബ്ബിറാത്തുൽ ഉമൂർ ആകുന്ന മാലാഖമാരുടെ
കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രാവ് അത് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്. ആയിഷ ബീവി വന്നിട്ട് പുണ്യനബിയോട് ചോദിച്ചു, നബിയെ, അങ്ങനെ ഒരു രാത്രിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ രാവ് ആ രാവ് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് ഞങ്ങൾ കാര്യമായിട്ട് ചൊല്ലേണ്ട ദിക്ർ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മാപ്പ് ചോദിക്കലാണ് ആയിഷ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം മാപ്പ് ചോദിക്കുന്ന അടിമനെയാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും തെറ്റ് ചെയ്തോലാണ്. മർത്യന്നു കൈപ്പിഴ ജന്മസിദ്ധം, മർത്യന്നു കൈപ്പിഴ ജന്മസിദ്ധം. ജനിച്ചപ്പോഴേ കൈപ്പിഴയുമായിട്ട് പിറവിയെടുത്ത ആളാണ് നമ്മളൊക്കെ. പിന്നെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആൾക്കാരാണ് തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ തൗബ ചെയ്തവരാണ്. തൗബത്തു അന്നദമു, തൗബ എന്ന് പറഞ്ഞാലോ അത് ഖേദമാണ്. തെറ്റ് ചെയ്തു പോയി റബ്ബേ, മരണത്തെ പറ്റിയിട്ടുള്ള ഓർമ്മ മനുഷ്യൻ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴേ ഖേദം ഉണ്ടാവുള്ളൂ. ബാക്കി ഏത് കാര്യം അല്ലെ, ഞാൻ മരിക്കണല്ലോ എന്നുള്ള ബോധം. അപ്പൊ നമ്മളെ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരിക. ഇതൊരു റിയാലിറ്റി ആണല്ലോ, വെറൊരു ഇമാജിനേഷൻ മാത്രമൊന്നല്ലല്ലോ, വെറുതെ ഗസ് ചെയ്യല്ലോ. ഇത് ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് സംഭവിക്കും. ഞാൻ മരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം ഒന്ന് മാറുകയാണ്, അനൗൺസ്മെന്റ് മുഴങ്ങുകയാണ്, നാട്ടുകാരെ ഒരു മരണവാർത്ത എന്ന് വിളംബരം നടത്തപ്പെടുകയാണ്. പള്ളിമിനാരങ്ങളിൽ, വാഹനങ്ങളിൽ, ജീപ്പിന്റെ കാരിയറിന്റെ മുകളിൽ കാകളം കെട്ടിയിട്ട് വാട്സപ്പിൽ അപ്പോഴേക്ക് ഇന്നാലില്ലയുടെ ഇമോജികൾ ഇങ്ങനെ മിന്നിമറിയാൻ, ഓരോരുത്തരും നമ്മുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ, നമ്മുടെ ഉറ്റവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകിട്ടാതെ പതറുകയാണ് മറ്റുള്ളവർ. നമ്മുടെ ഉടയവരെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ ബന്ധുക്കളെ ചേർത്തു നിർത്താൻ, മരണം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷണ്ണനായിട്ട് വ്യർത്ഥനായിട്ട് നിലത്തടിച്ചിട്ട് മാറത്തടിച്ചിട്ട് നിലവിളിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പാടുപെടുകയാണ്. എന്തിന്റെ കാരണത്താൽ? നമ്മൾ മരിച്ചതിന്റെ കാരണത്താൽ. അന്ന് രാവാകട്ടെ പകലാകട്ടെ നമ്മുടെ തറവാട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വന്നിട്ട് നമ്മൾ മലർന്ന് കിടക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവർ അലാഹാദൽ മയ്യത്തിൽ ഇല്ലാഹി തആല എന്നും പറഞ്ഞ് നിയത്ത് വെച്ച് തക്ബീർ കെട്ടുകയാണ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയുള്ള ജനാസ നിസ്കരിച്ചു. അന്ന് രാത്രി നമ്മുടെ ആദ്യ രാത്രിയാണ്. കുഴിമാടത്തിലെ ആദ്യ രാത്രി, മണ്ണറയിലെ ആദ്യ രാത്രി. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. കുതിരപ്പുറത്തെ സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, തനിച്ചേകനായി കിടക്കേണ്ടതാണ് അസ്മാന. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോഴാണ്, അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അല്ലാഹുവേ, അങ്ങനെ ഞാൻ പിരിയാണെങ്കിൽ എൻ്റെ ഒരു കൊല്ലത്തെ റമദാൻ, ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയ 1000 മാസം കിട്ടിയില്ലേ? ഒരു കൊല്ലത്തെ റമദാൻ പഠിച്ചോനെ റബ്ബേ. അതാണ് ഒരു മഹാൻ സ്വപ്നം കണ്ടത്. ആ മഹാന്റെ 8 കൊല്ലം മുമ്പ് വിട പറഞ്ഞു പോയ സുഹൃത്തിനെ സ്വപ്നം കാണാൻ. രണ്ടാളും മൈസറയിൽ ഇങ്ങനെ എത്തിയപ്പോൾ ആദ്യ സിറാത്ത് പാലം കടന്നു പോകുന്നത് 8 കൊല്ലത്തിന്റെ ശേഷം മരിച്ച ആളാണ്. അപ്പൊ ചോദിച്ചു അത്രേ, എടാ, ഞാൻ മരിക്കണതിന്റെ 8 കൊല്ലം മുമ്പ് മരിച്ച ആളാണല്ലോ നീ, എന്നിട്ടും ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാനാണ്. അതിന് സിറാത്തിന്റെ പടിക്കൽ വെച്ചിട്ട് നേരത്തെ മരിച്ചുപോയ സുഹൃത്ത് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യം എന്താ അറിയോ? ഞാൻ പോന്നതിന്റെ ശേഷം എനിക്ക് 8 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടി. അപ്പോ ഒരു കൊല്ലം പെരിക്കണം 1000 മാസം, അങ്ങനെ 8 കൊല്ലം കിട്ടുക. അതാണ് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആൾക്കാർ ആരാണ് അറിയോ? മൻ ത്വാല ഉംറുഹു, അല്ലാഹു ആയുസ് തന്ന പടപ്പുകളാണ്.
വഹസുന അമലുഹു, ആയുസ് തന്നതിന്റെ കൂടെ അവന്റെ പ്രവർത്തനം നന്നാവുകയും ചെയ്തു. അത്തരം ആളുകളാണ് അത്രേ ഏറ്റവും ഹൈറായ ആൾക്കാർ. അപ്പൊ നമ്മള് ഈ നീട്ടിവെക്കൽ സ്വഭാവം ഒന്നിനും കമനീയമല്ലാതെ ആർക്കാ അള്ളാഹു ആയുസ് എഴുതി കൊടുത്തത് അല്ലെ? ആരും എപ്പോഴും എങ്ങനെയും പോകാന്നുള്ളതാണ്. അപ്പൊ ഈ നീട്ടിവെക്കൽ പ്രക്രിയ, ഇത് കഴിഞ്ഞോട്ടെ ഇത് കഴിഞ്ഞോട്ടെ ഇത് കഴിഞ്ഞോട്ടെ. റമദാന് ഷഅബാനിൽ ഒരുങ്ങാൻ, റജബിൽ ഒരുങ്ങാനുള്ള വിളംബരം തുടങ്ങുകയാണ്. അപ്പോ പറഞ്ഞു ഷഅബാനാവട്ടെ, ഷഅബാനില് ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ റമദാൻ ഒരു ആദ്യത്തെ 10 കഴിയട്ടെ, രണ്ടാമത്തെ 10 കഴിയട്ടെ, അവസാനത്തെ 10 ഖലാസ് തീർന്നു, ഇനി ഇല്ല, നമ്മുടെ മുമ്പിൽ ഇനി ഇല്ല. തബൂക്ക് യുദ്ധത്തിൽ അള്ളാഹിന്റെ റസൂല് വിളംബരം നടത്തുക. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ പോരാ. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയം എന്ന് പറഞ്ഞാല് അത്ര ഈമാനിന്റെ കട്ടിയും കനമുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. കാരണം എന്താണ്? ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ വിളവെടുക്കുന്ന സമയമാണ്. നല്ല തീക്കാറ്റടിക്കുന്ന നല്ല ഉഗ്രവേനലുള്ള സമയമാണ്. ഈ ഉഗ്രവേനലിന്റെ സമയത്ത് പുറത്തേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെ കഴിയൂല. അപ്പൊ തീവ്രമായ ചൂടുള്ള മരുപ്പറമ്പിന്റെ അന്തരീക്ഷം എന്തായിരിക്കും? അപ്പൊ എങ്ങനെയാണ് ഈ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തില് അല്ലെ, വറച്ചട്ടി പോലെയാണ് മരുപ്പറമ്പിലെ ഓരോ മൺതരിയും. ആ സൂര്യന്റെ ഉഗ്രതാപത്തിന്റെ താഴെ ആ മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യണം. അപ്പം ഉഗ്രമായ താപമാണ് തബൂക്ക് യുദ്ധത്തിന്റെ സമയം. പിന്നെ ഈത്തപ്പഴങ്ങളൊക്കെ തീക്കാറ്റടിക്കുന്ന സമയത്താണല്ലേ ഈത്തപ്പഴങ്ങളൊക്കെ വിളവെടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നല്ല കൊയ്ത്തുത്സവം നടക്കുകയാണ് അവരുടെ കാർഷിക വൃത്തിയുടെ. അത്യാവശ്യം എല്ലാ ഈത്തപ്പനയോലകളെയും ആ ഏക്കറക്കണക്കിന് ഈത്തപ്പന തോട്ടങ്ങളിൽ പോയിട്ട് ഈ കർഷകരായ സഹാബികള് വിഭാഗത്തിൽപ്പെട്ട ഈത്തപ്പനയുടെ പരാഗരേണുക്കളെ, പൂൻപൊടികളെ എടുത്തിട്ട് പെണ്ണ് വിഭാഗത്തിൽപ്പെട്ട മെയിലിനെ ഫീമെയിലിലേക്ക് കൊടുത്തു. ഫീമെയിലിന്റെ അണ്ടം എടുത്തിട്ട് മെയിലിന്റെ ബീജുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോസസ് പനകൾക്കിടയിൽ നടക്കേണ്ടല്ലോ. അതാണ് പരാഗരേണുക്കളെ കാറ്റിങ്ങനെ ശേഖരിച്ചിട്ട് അങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ ചെയ്ത് ഒരു കൃഷിയിൽ ചെയ്യേണ്ട സകല കാര്യങ്ങളും ചെയ്ത് കൊയ്ത്തുത്സവത്തിന് കാത്തിരിക്കുന്ന സഹാബിയുടെ മുമ്പിലേക്കാണ് നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചട്ട എടുത്തോ, ചട്ടം കെട്ടിക്കോ, അണിഞ്ഞൊരുങ്ങിക്കോ. യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടാണ്. ഈ പടപ്പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഇനി ജീവനോടെ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല. മക്കള് ചിലപ്പോ എത്തീമാകും, ഭാര്യ ചിലപ്പോ വിധവയാകും, കൃഷി അങ്ങനെ പോകും, ആരാനത് കൈവശപ്പെടുത്തും, ഇതൊക്കെ ഉണ്ടാകും. ഈ 2 പ്രതികൂല സാഹചര്യങ്ങൾ, ഒന്ന് കാലാവസ്ഥ, മറ്റൊന്ന് വിളവെടുപ്പിന്റെ സമയം. എന്നിട്ട് കുറെ ആൾക്കാർ കൂടി. അപ്പൊ അതിന്റെ ഇടയിൽ 3 സഹാബികൾ പിന്തി. ഇന്നത്തെ ദിവസം കൂടി അത് കഴിഞ്ഞോട്ടെ, അടുത്ത ദിവസം പുണ്യ നബിയുടെ കൂടെ ജോയിൻ ചെയ്യാം, തബൂക്കിലേക്കുള്ള സംഘത്തിന്റെ കൂടെ ജോയിൻ ചെയ്യാം. അങ്ങനെ ആ ഒരു പോസ്റ്റ്പോണിംഗ് സിസ്റ്റം, ഇങ്ങനെ നീട്ടിവെക്കൽ പിന്നെ മനോഗതി എന്താക്കി അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിപ്പിച്ചു. അങ്ങനെ നബിയും സഹാബത്തും യുദ്ധത്തിന് പോയി. ഈ 3 ആൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, മറ്റൊരാളായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മറ്റൊരാളായിരുന്നു മുറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സനം അവരെ കാര്യത്തിൽ അല്ലാഹു ആയത്തിറക്കി. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും. അല്ലേ നബിയെ, അങ്ങ് വിളിച്ച തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ന്യായമില്ലാതെ പിന്തിയ 3 ആളുകൾ, അവർക്ക് ഭൂമി കുടുസായതായിട്ട് തോന്നി, അവർക്ക് വിഷമമുള്ളതായിട്ട് തോന്നി, അവർക്ക് കുറ്റബോധം വന്നു. അള്ളാഹു അവരുടെ തൗബയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് നബി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു അവരുടെ പേരിൽ ഖുർആന്റെ ആയത്ത് വരെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൂചന റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുണ്ട്. ആദ്യത്തെ 10 കഴിയട്ടെ, മഗ്ഫിറത്തിന്റെ 10 തീരട്ടെ, ഒടുക്കത്തെ 10ൽ ഒരുങ്ങാം എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കണം. മലക്കുൽ മൗത്ത് വന്നിട്ട് കണ്ടനാളത്തിലേക്ക് കൈയമർത്തുമ്പോ അവിടെ പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊനി. മരണത്തിന്റെ മാലാഖ വന്നിട്ട് കഴുത്തിലേക്ക് വിരലമർത്തുമ്പോ അവനിങ്ങനെ പറയും അത്ര ഇതേ ചോദ്യം, പഠിച്ചോനെ കുറച്ചുകൂടി എന്നെ ഒന്ന് പിന്തിപ്പിക്കോ. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, എനിക്ക് കുറച്ചുകൂടി ഒരു സമയം തരുമോ, ലഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സദഖ ചെയ്തോളാം. അപ്പൊ സ്വതക്കക്ക് അള്ളാഹു അത്രയും പ്രതിഫലം കൊടുക്കേണ്ടെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള മനസ്സ് വന്നിട്ടില്ല. അപ്പോഴൊക്കെ ചിന്തിച്ചത് എന്റെ പൈസ കുറഞ്ഞു പോകുമല്ലോ, ഞാൻ തന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ്, ഞാൻ ഇനി സദക്കയും കൂടി കൊടുത്താല് എന്റെ മുതല് ശോഷിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് എടുത്തു വെച്ച ആള്
മരണമാലാക വന്നിട്ട് കഴുത്തിൽ വിരലമർത്തുമ്പോ പറയണത് എനിക്ക് കുറച്ചുകൂടി ആയുസ് നീ തരികയാണെങ്കിൽ ഞാൻ പോയി സ്വതക്ക ചെയ്യും റബ്ബേ. അപ്പൊ ആദ്യം മയ്യിത്താകാൻ പോകുന്ന മനുഷ്യനെ ബോധ്യപ്പെടുന്നത് ഒരു നന്മ അതാണ്. പിന്നെ പറഞ്ഞ് ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിക്കോളാം. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, ഇനി ഞാൻ അതും ഇതും ചിന്തിക്കൂല, ഇനി ഞാൻ നന്മകൾ നീട്ടിവെക്കൂല, സമയാസമയം ഞാൻ സമയബന്ധിതമായി നന്മ ചെയ്യും റബ്ബേ. പക്ഷെ എനിക്കൊരു ഓപ്ഷൻ തരണം. എന്റെ ഇപ്പൊ റൂഹ് പിടിക്കുന്ന സ്ഥിതി ഒന്ന് മാറ്റിവെക്കണം. മറ്റോ അല്ലാഹു കീഴടക്കം അള്ളാന്റെ നബി വരെ തെറ്റിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണോ നമ്മള് കഴിഞ്ഞു, സമയം കഴിഞ്ഞു, പിന്നീട് അങ്ങോട്ട് ഈ മനുഷ്യന്റെ നിലവിളിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മഹ്ശറയിലെത്തും. അങ്ങനെയാണ് മരിച്ചു. റൂഹ് പിടിക്കേണ്ട സമയമാകുമ്പോൾ റൂഹ് പിടിക്കുമല്ലോ. അപ്പാടാണ് മരിച്ചു. മയ്യത്തൊക്കെ കൊണ്ടുപോയി അവസാനം ബഅ്സ് നുശൂർ നടക്കുക. മഹ്ശറയിൽ ഇവൻ എത്തുമ്പോ ഇവൻ ളാലിമാണ്, ഇവൻ നന്മ ചെയ്തവനല്ല. ഉള്ള കാലത്ത് നന്മയെ നീട്ടിവെച്ച് അങ്ങനെ സമയമായപ്പോ റൂഹ് പിടിച്ച് മരിച്ചുപോയവനാണ്. അവനെ പറ്റി അവന്റെ മഹ്ശറയിലെ രംഗം അല്ലാഹു തആല നമ്മളെ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ വയാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. മഹ്ശറയിൽ ഇതേ എണീറ്റു വരവ് നടത്തിയിട്ട് ഇവൻ എന്താ അല്ലാഹ് അലാ യദൈഹി എന്ന് പറഞ്ഞാൽ വിരല് കടിക്കുക. വളരെ നിരാശ വരുമ്പോ, ഇനി റിസൾട്ട് ഇല്ല എന്ന് തോന്നുമ്പോ അറ്റ കൈക്ക് ഒരു മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന ബോഡി ലാംഗ്വേജ് ആണ് അല്ലുൽ യദ്, വിരല് കടിക്കുക എന്ന് പറഞ്ഞു. ആ വിരൽ ഇങ്ങനെ കടിച്ചിട്ട് നിരാശനായിട്ട് അവൻ പറയത്രേ യാ മത്തഖൽതു യാ ലൈതനി ഇത്തഖൽതു യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പഠിച്ചോനെ, ഇന്നാലിന്റെ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകെട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് നന്മ കിട്ടാതെ പോയത്. അവരുടെ കോക്കസിൽ കറക്ക് കമ്പനിയിൽ ഞാൻ പെട്ടത് കൊണ്ടാണല്ലോ ഞാൻ ലഹരി മാത്രം ടേസ്റ്റ് ചെയ്തത്. അവരെ കറക്ക് കമ്പനിയിൽ പെട്ടത് കൊണ്ട് മാത്രമാണല്ലോ റമദാനിന്റെ മധുരം നുണയാൻ എനിക്ക് ഭാഗ്യം കിട്ടാതെ പോയത്. കാരണം എന്താണ്? ഇഅ്തികാഫിരിക്കേണ്ട സമയത്ത് ഞാൻ കറക്ക് കമ്പനിയിലാണ്, തഹജ്ജുദ് നിസ്കരിക്കേണ്ട സമയത്ത് ഞാൻ കോക്കസിലാണ് റബ്ബേ, സ്വതക്ക കൊടുക്കേണ്ട സമയത്ത് ഞാൻ ലഹരിയുടെ കറക്ക് കമ്പനിയുടെ കൂടെയാണ് റബ്ബേ. യാ വൈലതാ, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ ചൂസ് ചെയ്ത ഫ്രണ്ട്സ് ഒന്നും ശരിയായില്ല, എന്റെ തെരഞ്ഞെടുപ്പ് തെറ്റി. ഞാൻ ദുനിയാവിൽ തെരഞ്ഞെടുത്ത എന്റെ ഫ്രണ്ട്സ് സർക്കിളിൽപ്പെട്ട ഒരുത്തനും ശരിയല്ല. ഇന്ന് കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പോലീസ് ഈ ഡ്രഗിന് എതിരെയുള്ള ആന്റി ഡ്രഗിന്റെ ഈ ടോക്സിക് വന്ന ആളുകളെയൊക്കെ വിമോചിപ്പിക്കാനും ഈ ഡ്രഗിന്റെ അഡിക്ഷനുള്ള ആൾക്കാരെ പിടികൂടാനൊക്കെ ഉള്ള സേന രൂപീകരിച്ചിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന്റെ തീവ്ര ശ്രമങ്ങളുമായിട്ട് പോകുമ്പോൾ എത്രായിരം കേസുകളാണ് ഈ വളാഞ്ചേരി അടക്കം തലപൊക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ചു, എന്ത് കാര്യങ്ങളാകട്ടെ ഒക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? HIV പോസിറ്റീവായ കേസുകൾ അടക്കം ലഹരിയായിട്ട് ബന്ധപ്പെട്ട് അത് ഇഞ്ചക്ട് ചെയ്ത ആളുകളിലാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചിന്ത നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് അല്ലെ? ഒരു സിറിഞ്ച് ഉപയോഗിച്ചോന് അതേ സിറിഞ്ചായിട്ട് ഈ സാധനം ബോഡിയിലേക്ക്, ബ്ലഡിലേക്ക് ഈ ലഹരി, അപ്പം സിറിഞ്ചൊക്കെ ആയിട്ട് ലഹരി ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട കണ്ടീഷനിലേക്ക് നമ്മളൊക്കെ കുട്ടികളെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് എത്രമേൽ ആപൽക്കരമാണ്. എന്നിട്ട് അതിലൂടെ HIV ബാധ പോസിറ്റീവ് ആകാം. അല്ലാതെ എല്ലാവർക്കും HIV ഉണ്ടായി ഇപ്പൊ വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു എന്താ പറയാ തെറ്റിദ്ധാരണാജനകമായിരിക്കുന്ന ന്യൂസ് ഒക്കെ സ്പ്രെഡായി പോകുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ആശങ്കയോടും കൂടെ കാണണം. അത് ആ രീതിയിലല്ല. ലഹരി ഉപയോഗിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഇടയിൽ അവര് വളരെ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ ഇത് ഒരാൾ ഉപയോഗിച്ച അതേ സിറിഞ്ച് മറ്റൊരാൾ യൂസ് ചെയ്ത് അത് ബ്ലഡിലൂടെ സംക്രമണം നടത്തിയിട്ടാണ് ഈ സ്ഥിരീകരിക്കപ്പെട്ട ആളുകളിലേക്ക് ഒക്കെ HIV പോസിറ്റീവ് ആയിരിക്കുന്നത്. അപ്പൊ അവർ ഈ ലഹരിയാണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടണം, ന്യായമായിട്ടും കിട്ടണം, ഞാൻ അതിന്റെ ആസക്തിയിലാണ് അല്ലെ? അതാണ് അള്ളാന്റെ റസൂൽ അന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് സകല തിന്മകളുടെയും മാതാവാണ്, ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. ഉമ്മത്തിനോട് പറഞ്ഞതാണ് ഇങ്ങനെ നിങ്ങൾ ഖൈറു ഉമ്മയായത്. ആ സമൂഹത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. അതാണ് യാ വൈലത, നാളെ മഹ്ശറയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്.
പഠിച്ചോനെ എന്റെ നാശമേ, ലം അത്തഖിദ് ഫുലാനൻ ലാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ അവനെ ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്തതാണല്ലോ എനിക്ക് സംഭവിച്ചൊരു പിഴവ്. ഇപ്പൊ നോക്ക് നിങ്ങൾ, താമരശ്ശേരിയിൽ കൈതപ്പോയില്ലേ, പിന്നെ യാസിർ അല്ലെ, യാസിറിന്റെ ഭാര്യ ഷിബിലയെ 3 വയസ്സുള്ള സ്വന്തം മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഭർത്താവായ യാസിർ ഭാര്യയായ ഷിബിലയെ പലപുരു വെട്ടി 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 കൊലപ്പെടുത്തിയത്. ആ ഷിബില മോൾ ആലോചിക്കണം നിങ്ങൾ, ആ കുട്ടിയുടെ ഒരു കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാന്. അവൾക്ക് ബാപ്പയും ഉമ്മയും കുഫുവത്ത ഒരു മുറച്ചെറുക്കനെ വേറെ കൊണ്ടുവന്നതാ. അപ്പൊ ആ കുട്ടിക്ക് ഇവനായിട്ട് അഫെയർ ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞു, നിക്കാഹ് നടന്നാലും എനിക്ക് അവന്റെ കൂടെ പോകാൻ കഴിയൂല, ഞാൻ യാസറിനെ സ്നേഹിച്ച പെണ്ണാണ്, എനിക്ക് അവനെ തന്നെ കിട്ടണം. അപ്പൊ ആവശ്യത്തിന് പറഞ്ഞു കൊടുത്ത ബാപ്പയും ഉമ്മയും, മോളെ യാസറിന്റെ പശ്ചാത്തലം ശരിയല്ലോ, അവൻ കറക്ക് കമ്പനിയിൽപ്പെട്ട ആളാണ്, അവന്റെ ഫ്രണ്ട്സ് വളരെ മോശമാണ്, ആ പശ്ചാത്തലം മുഴുവൻ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കോൺക്രീറ്റ് എവിഡന്റോട് കൂടെ നമ്മൾക്ക് തെളിവ് സഹിതം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മോളെ, നിന്റെ മോള് കുടുങ്ങും. ആ കൗമാരക്കാരിയായ പെൺകുട്ടിക്ക് ചിലപ്പോ ആ പ്രായത്തിന്റെ ബലാരിഷ്ടത കൊണ്ടോ ബാലിശത കൊണ്ടോ ചാബല്യം കൊണ്ടോ ആവാം, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവള് വാശി പിടിച്ചു, അവസാനം അറ്റ കൈക്ക് ബാപ്പ കൈ കൊടുത്തു. അങ്ങനെയാണ് യാസറിന്റെ കൂടെ അവള് പോകുന്നത്. ആ മുറച്ചെറുക്കനാണ്, ആ പ്രതിശ്രുത വരനാണ് 3 വയസ്സുകാരിയായ മകളെ മുന്നിൽ വെച്ച് അവളെ വെട്ടി വെട്ടി കൊലപ്പെടുത്തിയത്. ആ വാപ്പാക്കും വെട്ടുകെട്ടി, ഉമ്മാക്കും വെട്ടുകെട്ടി. ഇതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോ ഈ ഷിബിലയെ കൊന്ന യാസിർ ജോലി ചെയ്ത അതേ കടയിൽ യാസിറിന്റെ കൂടെ ജോലി ചെയ്ത ആളാണ് അതേ നാട്ടുകാരനായ 54 വയസ്സുള്ള ഉമ്മാനെ 20 വെട്ടി കൊലപ്പെടുത്തിയ 24കാരനായ ആഷിഖ്. ഇവർ രണ്ടുപേരും ഒരു ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോ ഇവര് രണ്ടുപേർക്കും ഒരേ പശ്ചാത്തലം, രണ്ടാളും ഉറ്റവരെ പിന്നെ വെട്ടിയിട്ട് കൊലപ്പെടുത്താണ്. അവരുടെ മനസ്സിലൊരു താപം വന്നിട്ടില്ല അല്ലെ, അവരുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ആശങ്ക വന്നിട്ടില്ല കൊല്ലുമ്പോ. അപ്പൊ എന്താണ്, മനസ്സ് മരവിച്ചതാ. ഈ 2 സുഹൃത്തുക്കളും ഒരുപോലെ മനസ്സ് മരവിക്കുകയും ഒരേ സ്വഭാവമുള്ള കൊലപാതകം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ സൗഹൃദത്തിന്റെ പശ്ചാത്തല അന്വേഷണം നടത്തണമല്ലോ. ആ പശ്ചാത്തല അന്വേഷണം നടത്തുമ്പോൾ അത് എത്തിപ്പെടുന്നത് കേരളത്തിലെ അധോലോക ലഹരി മാഫിയകളുടെ അടുത്തേക്കാണ് അത് എത്തിപ്പെടുന്നത്. അങ്ങനെ എത്ര കുട്ടികൾ അല്ലെ ഇപ്പോഴും കൊലക്കത്തി കയ്യിലെടുത്തിട്ട് ഉമ്മയെ കൊല്ലണം ഉപ്പയെ കൊല്ലണം എന്ന് കാത്തിരിക്കുന്ന എത്ര മക്കള് ഓരോ സ്ഥലത്തുണ്ട്. ഇപ്പൊ അടുത്താണ് മലപ്പുറത്ത് ഒരു ഉമ്മ പറഞ്ഞത്. ആ ഉമ്മ പറയുമ്പോ ആ ഉമ്മ ആശങ്ക ഉണ്ട്, എന്റെ മക്കൾ ഇത് കേട്ടാൽ എന്നെ പറ്റി എന്താ എന്റെ കുട്ടികൾ വിചാരിക്കുക, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്തിക്ക് ഇപ്പൊ പെരേല് വാതിലടച്ച് കടന്നുറങ്ങാൻ തന്നെ പേടിയാണ്. പുറത്തുനിന്നൊരു കള്ളൻ വന്നിട്ട് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് ഞങ്ങളെ കൊല ചെയ്യും എന്ന പേടിയല്ല, ഞങ്ങളെ സംരക്ഷണത്തിൽ വളരുന്ന ഈ മക്കള് തന്നെ കൊലക്കത്തി എടുക്കുമോ എന്ന പേടിയാണ്. ആരെ പറ്റിയാവുമ്പോ പറയണത്? സ്വന്തം ചോരയെ പറ്റി. പറയാതിരിക്കാൻ നിർവാഹമില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സമാന സംഭവങ്ങളാണ്. അപ്പോ ആരാ ഉമ്മ എന്ന് തിരിച്ചറിയുന്ന മക്കള് ഒരു 24 വയസ്സിലേക്കൊക്കെ ഒരു കുട്ടി എത്തുമ്പോ ഉമ്മാക്ക് കൂടുതൽ കെയറും പ്രൊട്ടക്ഷനും കൊടുക്കേണ്ട സമയം. അങ്ങനത്തെ മക്കൾ ഉണ്ടല്ലോ ഇവിടെ. 4 ദിവസം മുമ്പ് മക്കത്തങ്ങൾ കണ്ടില്ലേ, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട്. 4 ദിവസം മുമ്പ് ബഹ്റൈനിൽ നിന്ന് ഉംറക്ക് പോയ ഒരു മലയാളി കുടുംബം, കൂത്തുപറമ്പുള്ള കുടുംബം. ഒരു മോനുണ്ട്, 10-40 വയസ്സിലേക്ക് എത്തി നോക്കുന്ന ഒരു മോന്. ആ മകനാണ് ഉമ്മാനെയും കൊണ്ടിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തവാഫ് കഴിയുന്നു, സാഴി കഴിയുന്നു. ഹറമിലെ തിരക്കെത്രയാ? മിനിയാന്ന് ഹറമിൽ 35 ലക്ഷം ആൾക്കാരാ പങ്കെടുത്തത്. എത്ര ഹറമിലെ തിരക്ക്! ആ ജനബാഹുല്യത്തിന്റെ സംഘർഷഭരിതമായ തിരക്കിന്റെ ഇടയിൽ ഉമ്മാനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഈ പൊന്നുമോനെ. തെരഞ്ഞ് അവസാനം തെരഞ്ഞു ഒഴിച്ചു. പോലീസ് തെരഞ്ഞ്, നാട്ടുകാർ തെരഞ്ഞ്, മലയാളികൾ തെരഞ്ഞ്, ഹറമിന്റെ അകത്ത് തെരഞ്ഞ്, പുറത്തെ റോഡുകളിൽ തെരഞ്ഞ്. 4 ദിവസമായി ഉമ്മാന്റെ തിരോധാനം. ഉമ്മാനെ കിട്ടിയില്ല. അവസാനം ഉമ്മ കയ്യിൽ നിന്ന് പോയി. റിയലി ഷീ ഈസ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സന്നദ്ധ പ്രവർത്തകർ ഉമ്മാന്റെ കൈയും പിടിച്ചിട്ട് ഈ മോന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു നിമിഷം ഒന്ന് വീഡിയോയിൽ കാണണം എൻ്റെ പ്രിയപ്പെട്ടവരെ. 40കാരനായ പൊന്നുമോന്റെ അടുക്കലേക്ക് ഉമ്മ തിരിച്ചു വരുന്ന ഒരു വൈകാരികമായൊരു സന്ദർഭമുണ്ട്. ആ മോനിങ്ങനെ വികാരം കൊണ്ടിട്ട് കുട്ടികളെ പോലെ പൊട്ടി കരയാൻ. ഉമ്മാനെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമാണ്. ഉമ്മ അപ്പോഴും ഒരു മരവിപ്പിലാണ്, നിർവികാരയാണ് ഉമ്മ. കാരണം
ഉമ്മ എന്തോ ഒരു ഫ്രീസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ മകന് വാക്കുകൾ പറഞ്ഞിട്ട് മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. സന്തോഷമുണ്ട്, ഉമ്മ പോയല്ലോ എന്നുള്ള സങ്കടമുണ്ട്, പോയ ഉമ്മാന് തിരിച്ചു കിട്ടിയതാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇങ്ങനെ പല വൈകാരിക തലങ്ങൾ സംഗമിക്കുന്ന ഒരു വല്ലാത്തൊരു നിമിഷം. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പലപ്പോഴും അഭിപ്രായം പറയാണ്, ഇങ്ങനത്തെ മക്കളെ പുതിയ തലമുറക്ക് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം ഇങ്ങനെ ഒരു മോൻ തന്നെയാണല്ലോ 20 വെട്ട് വെട്ടിയിട്ട് ഉമ്മാനെ കൊന്നത്. ആഷിക്ക് സുബൈദ എന്ന് പറയുന്ന അർബുദ രോഗിയായ ഉമ്മാനെ കൊല്ലുമ്പോ ആ ഉമ്മാനെ പറ്റി ആ മോനൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം, അല്ലേ? എൻ്റെ ഉമ്മാന്റെ ഭർത്താവ് ഒഴിവാക്കിയതാ, എൻ്റെ ബാപ്പന്റെ ഉമ്മാനെ ഒഴിവാക്കിയതാ. അതുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ സ്ഥാനത്ത് ഞാനാണ് നിൽക്കേണ്ടത് എന്ന് ആ കുട്ടിക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് അയലക്കത്തെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊളിക്കാൻ മടവാള് വേണം എന്ന് ഇവൻ പറയുമ്പോ അത് ജനാല തുറന്നിട്ട് ഇവന്റെ ഉമ്മ കേൾക്കുന്നുണ്ട്. ആ മടവാൾ ഇവൻ വാങ്ങിക്കൊണ്ടെന്നിട്ട് അതിന്റെ മൂർച്ച പരിശോധിക്കണത് ഈ ജനാല തുറന്നിട്ട് കിളിവാതിലിലൂടെ ഉമ്മ കാണുന്നുണ്ട്. അവൻ കല്ലുമലിങ്ങനെ വരുത്തുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ആഷിക്കേ, ഇങ്ങനെ വരുത്തിയാലൊന്നും കത്തി മൂർച്ച കൂടൂല, നല്ല വെണ്ണക്കല്ല്, നമ്മളെ നാട്ടിൽ പറയും വെള്ളാരങ്കല്ല് പൊടിച്ചിട്ട് അയിമൽ വരുത്തണം കത്തി, എന്നാലേ മൂർച്ച കിട്ടുള്ളൂ. ആര്? ഉമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പോഴും മകൻ മൂർച്ച കൂട്ടുക, അല്ലേ? ആ മൂർച്ച കൂട്ടുന്നത് തന്റെ കഴുത്തിൽ വെക്കാനുള്ള കത്തിക്കീടാൻ മൂർച്ച പരിശോധിക്കലാണ് എന്ന് നിഷ്കളങ്കയായ മാതാവ് തിരിച്ചറിയുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും ഈ റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പറിൽ കയറിയിട്ട് 3 ആമീൻ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ വന്ന് ദ്വാരുന്നതാണ്. പുണ്യ നബിയെ, ഇത് പ്രധാനപ്പെട്ട ആമീനാവണം, പ്രധാനപ്പെട്ട ദുആ ആണ്. ദ്വാരക്കണത് സയ്യിദുൽ അംലാക്ക് മലക്കുകളുടെ നേതാവായ ജിബ്രീലാണ്. ദുആക്ക് ആമീൻ പറയുന്നത് മനുഷ്യവർഗത്തിന്റെയും ലോകത്തിന്റെയും നേതാവായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ നടക്കുന്നത് സയ്യിദുൽ ശുഹൂറായ റമദാനിലാണ്. ദുആക്ക് വേദിയാകുന്നത് സയ്യിദുൽ മസാജിദായ മസ്ജിദുൻ നബവിയാണ്. എല്ലാം നേതൃത്വങ്ങളുടെ സംഗമം. അവിടെ നടത്തിയ ഒരു ദുആ എന്താണ്? മൻ അദറക അബവൈഹി ഇൻദൽ കിബർ. ജിബ്രീൽ ദ്വാരക്കാണ്, മുഹമ്മദ് തിരുമേനിയെ റമദാന്റെ ഒടുക്കത്തെ വെള്ളിയിൽ അങ്ങ് മിമ്പറിൽ വെച്ച് ആമീൻ പറയണം. ദ്വാരക്കണത് ജിബ്രീലാണ്, ആമീൻ പറയുന്നത് അങ്ങാണ്. വയസ്സായ ഉമ്മായെയും ഉപ്പായെയും അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മോള് എത്തിച്ചിട്ട് അവരോട് 2 പേരോടും ഗുണം ചെയ്തില്ല, നന്മ ചെയ്തില്ല, നീതി ചെയ്തില്ല എങ്കിൽ ആ മകന്റെ മേലിൽ, ആ മകളുടെ മുകളിൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങട്ടെ. ഖുൽ ആമീൻ. അങ്ങ് ആമീൻ പറയൂ നബിയെ. സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫഖുൽതു ആമീൻ. ജിബ്രീൽ നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സഹാബാ. ആർക്ക് വേണ്ടി? ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടാണ്. ഈ മക്കളൊക്കെ വെറുതെ നടക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നരുത്. പണ്ടൊരു ഇമാമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ്, എൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കി നിങ്ങൾ ഈ വാക്ക്. ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് മരിക്കാൻ പേടി എന്താ? ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക? ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലല്ലോ. ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് ഞാൻ മരിച്ചാൽ. ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ്? എങ്ങനെ പിന്നെ ജീവിക്കുക? എങ്ങനെ പേരേക്ക് കയറിച്ചില്ല? എത്ര വർഷമായിട്ട് ഉമ്മ മരിച്ച മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിലും ഒരു നിമിഷം അവർ ആലോചിക്കും, ഓരോ ഉമ്മാന്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട്, അല്ലേ? ഉമ്മയില്ലാത്ത വീട്. ആദ്യത്തെ ഉമ്മ മരിച്ച 3 ദിവസമൊക്കെ വീട്ടിൽ ആളും ബഹളമാ. എല്ലാവരും ആണ്ട് പിരിഞ്ഞു പോയിട്ട് തഅസിയത്തിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടിക്ക് അന്തപ്പക്കം ഇന്തപ്പക്കാണ്ട് പോയതിന്റെ ശേഷം ഉണ്ടല്ലോ, പെരയിലുണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ശൂന്യത. ഒരു മുറിക്കും ചെല്ലാൻ വയ്യ. അവിടെ ഉമ്മാന്റെ പർദ്ദ, ഇവിടെ ഉമ്മാന്റെ ഷാള്, ഇവിടെ ഉമ്മ വെച്ച കഞ്ഞിപ്പാത്രം. അടുക്കളയിൽ നിന്ന് എങ്ങനെ ഇനി കഞ്ഞി കുടിക്കുക? നമ്മൾ ചിന്തിക്കണം. ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാൻ പേടി. അതുകൊണ്ടാണ് ഒരു മഹാനായ ഇമാമ പറഞ്ഞത്, ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്ത് കോരിയൊക്കെ മക്കള്, സിബ്ലിങ്സ്, അഞ്ചന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും ബാപ്പാന്റെ സ്വത്തും മറമ്പോ കോരിച്ച് കൊണ്ടുപോവാൻ. ആ കൊണ്ടോണ്ടതിൻ്റെ ഇടയിൽ
ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ബാപ്പാന്റെ സ്വത്തും പറമ്പും കോംപ്ലക്സും ഒക്കെ കൊണ്ടേക്കോ, ബാപ്പ ഈ ദുനിയാവിൽ ഇട്ടേച്ച് വെച്ച ഒരു സ്വത്തുണ്ട്, അതെനിക്ക് വേണം. ഇത് ലിസ്റ്റിലില്ലല്ലോ. അയാൾ 10 സെന്റും 15 സെന്റും 5 ഏക്കറി ഒന്നും എടുത്തിട്ടില്ലല്ലോ. എന്താ പിന്നെ ബാപ്പ അവിടെ ഒഴിവാക്കി പോയ ഒരു സ്വത്ത് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞത്? ആ മനുഷ്യൻ കൊണ്ടുപോയത് ഉമ്മാനെ, സ്വന്തം പെരേക്ക് ഉമ്മാനെ കൊണ്ടുപോയി. ബാപ്പ ഒഴിവാക്കിയ ആ സ്വത്ത് എനിക്ക് വേണം. കാരണം ഉമ്മാനെ പരിചരിച്ചാലുള്ള കൂലി എന്താണ് എന്നുള്ള കിതാബിൽ പഠിച്ചണേ. ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നമ്മൾ തട്ടിക്കൊടുക്കണ പൊടിയുണ്ടല്ലോ, അത് പിന്നെ നമ്മുടെ കയ്യിലെ നക്ഷത്രമാണ് അത്രേ സ്വർഗത്തില്. ആ കുട്ടികളാണ് 20 വെട്ട് വെട്ടിയിട്ട് ഉമ്മാനെ കൊല്ലണത്. മനസ്സ് മരവിച്ചതാണ്, മനസ്സ് മരവിച്ചതാണ്. ലഹരിയാണ് കാരണക്കാരൻ. നിങ്ങൾക്കറിയോ ഈ കുട്ടിയേക്ക് ഈ ദുനിയാവിൽ തന്നെ കിട്ടാൻ പോകുന്ന കടുത്ത ശിക്ഷ എന്താ അറിയോ? ഈ കിക്കൊക്കെ കഴിഞ്ഞ് ഈ ലഹരിയുടെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആലം ദുനിയാവിൽ നോർമൽ മനുഷ്യനായി അവർ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതമാണ് ഇനി അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. കാരണം എന്താ? അപ്പൊ അങ്ങനെ ആലോചിക്കും, എൻ്റെ ഉമ്മാനെ കൊന്ന് ഞാനാണല്ലോ. അതിലും വലിയ ശിക്ഷ എന്താ? അതിലും വലിയ ശിക്ഷ എന്താ? അതാണ് ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ. നാളെ ഈ ദുൽമ ചെയ്തോൻ മഹ്ശറയിൽ വിരല് കടിക്കും. എന്നിട്ട് അവൻ പറയത്രേ, യാ ലൈതനി, പഠിച്ചോനെ ഞാൻ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇവനെ ഫ്രണ്ടാക്കി എടുത്തതാണല്ലോ എനിക്ക് പറ്റിയ പിഴവ്. വെക്കേഷൻ വരിക, എൻ്റെ പൊന്നു രക്ഷിതാക്കളോട്, എൻ്റെ സ്നേഹനിധികളായ മുത്തുമണികളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അനിയന്മാർ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ വാപ്പാക്ക് ചിലപ്പോൾ അറ്റൻഷൻ കൊടുക്കാൻ കഴിയൂല. ഇനി നിങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. 20-25 വയസ്സുള്ള നിങ്ങളാണ് നിങ്ങൾ അനുജന്മാരെ ശ്രദ്ധിക്കേണ്ടത്. 2 മാസത്തെ ഒരു വെക്കേഷൻ വരികയാണ്. എവിടേക്കും നമ്മളെ കുട്ടികൾ പോകാം. നമ്മളെ കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ കൾച്ചറിനനുസരിച്ചുണ്ടാകും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചറിനനുസരിച്ചുണ്ടാകും. മദീനത്ത് മൊഞ്ചുള്ളൊരു കാഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. മദീനത്തെ പള്ളിയിൽ ബാപ്പ വരുന്ന ഫ്ലാസ്ക് ആയിട്ട് മക്കളുണ്ട്. ബാപ്പാന്റെ ഈ അറബികളൊക്കെ മക്കളെ പഠിപ്പിക്കണ അവർ പാഠം നോക്കുകള്. എന്നിട്ട് കുഞ്ഞു മക്കള് 10-12 വയസ്സുള്ള കുട്ടികളാണ് ഹർമിൽ നീട്ടി വരിച്ച സുപ്ര ഉണ്ടല്ലോ, ആ സുപ്രയില് ചെറിയ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ആ ഗ്ലാസ്സിലേക്കൊക്കെ ഏതോ നാട്ടിൽ നിന്ന് വന്ന ആരാന്റെ ഗ്ലാസ്സിലേക്ക് ഗഹ്വ ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികളാണ്. വാപ്പ കൽപ്പിക്കുക ഒഴിച്ചു കൊടുക്കുക. ഇഫ്താറാണ്, ഇഫ്താറു സ്വായിമാണ്. നിങ്ങളിപ്പോ ഈ സന്ധ്യാനേരത്ത് നടത്തുന്നത് നോമ്പുകാരനെ സൽക്കരിക്കുന്ന പരിപാടിയാണ്. പെരേന്ന് കൊണ്ടുവന്ന തമ്പ്ര്, പെരേന്ന് കൊണ്ടുവന്ന ഗഹ്വ, ഒരു ഗഹ്വ പൊടിയൊക്കെ എത്ര മിനിറ്റ് വെട്ടി തിളപ്പിക്കണം. അത് ഉമ്മ തിളപ്പിച്ചതായിരിക്കും വീട്ടില്. ഇപ്പൊ മക്കള് കാണാൻ. എന്തിനറിയോ? ബാപ്പാന്റെ കൂടെ കാറിൽ പോകാണ് മദീനത്തെ ഹറമിലേക്ക്. എന്തിന്? ഏതൊക്കെയോ നാട്ടിൽ നിന്ന് നോമ്പ് തുറക്കാൻ മദീനത്തെ ഹറമിന്റെ മുറ്റത്ത് വന്ന് സുപ്ര വിരിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് അന്നം കൊടുക്കാൻ ബാപ്പാന്റെ കൂടെ നമ്മൾ പുറപ്പെടാൻ. ഈ സംസ്കാരം പഠിച്ച കുട്ടിക്ക് ഒരിക്കലും ദിയാഫത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയൂല. 2 മാസങ്ങൾ ടൂർ പോവുകയാണെങ്കിൽ കുടുംബസമേതം പോകണം. ഹലാലായ യാത്ര പോവുകയാണെങ്കിൽ കുടുംബസമേതം നിങ്ങൾ പോകണം. നിങ്ങളെ മക്കളെ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ വേണം. എപ്പോഴാണ് കൊതറിപ്പോവാൻ ഒരിക്കലും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏതൊരുത്തനും അവന്റെ സുഹൃത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കുള്ളൂ. നിങ്ങളെ വീട്ടിലെയോ നിങ്ങളെ കുട്ടിനെ പറഞ്ഞയച്ച ദർസിലെയോ അറബി കോളേജിലെയോ സംസ്കാരം ആകൂല. കുട്ടിയുടെ സംസ്കാരം അലാ ദീനി ഖലീലിഹി, അവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ സംസ്കാരം എന്താണോ അതായിരിക്കും അവന്റെ സംസ്കാരം എന്ന് പറഞ്ഞ് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലത്ത് പറഞ്ഞു വെച്ചു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നതിന് എന്താണ് അല്ലേ? നമ്മുടെ നോമ്പിന്റെ ന്യൂനതകളെ, ഒരു മാസക്കാലം നമ്മൾ നോമ്പൊക്കെ നോറ്റ് ഇബാദത്തൊക്കെ ചെയ്ത് മനുഷ്യന്മാരാണ്, അതിലെന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ അത് അള്ളാഹു പരിഹരിച്ച് തരാനുള്ള ഒരു റെമഡിയാണ് എന്ത്? ഫിത്ർ സക്കാത്ത്. ഏതുപോലെ നിസ്കാരത്തിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യും പോലെയാണ് റമദാനിന്റെ ഒടുക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് റമദാൻ മാസത്തിന്റെ അവസാന സൂര്യാസ്തമയം കഴിഞ്ഞ് ശവ്വാലിന്റെ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് നിർബന്ധമായിട്ടും കൊടുത്തു തീർക്കേണ്ട സാധനമാണ്. അതിൽ തന്നെ ഏറ്റവും പുണ്യം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുൻപ് കൊടുത്തു തീർക്കലാണ് ഫിത്ർ സക്കാത്ത്. ഒരു സ്വാഹാണ്, 4 മുദ്ദാണ്. അത് പല അരിയും പല കോലത്തിലാണ്. ഇപ്പൊ സുരേഖയാണെങ്കിൽ 2,840 അതേ സമയത്ത് കുത്തരിയാണെങ്കിൽ 2,645 ബസുമതി ആണെങ്കിൽ 2,720 നൂർജഹാൻ ആണെങ്കിൽ 2,660 അപ്പൊ നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് ഒരു 3 കിലോന്റെ ഉള്ളിൽ
ആയിട്ട് മിൻ ഗാലിബി ഖൂത്തിൽ ബലദ്, നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യം, അതിൽ തന്നെ കുറച്ച് തരക്കേടില്ലാത്തത് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞ് വാങ്ങുക, ആ തീരുമാനം നമ്മൾ എടുക്കരുത്. നമ്മൾ പോയി പറയേണ്ടത് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള അരി തന്നെ ആയിക്കോട്ടെ. നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കല്ലേ, സക്കാത്തിന്റെ അവകാശികൾക്ക് തന്നെയാണല്ലോ അത് കൊടുക്കുന്നത്. അതുകൊണ്ട് അസ്ല് ഫർഇന് കൊടുക്കാൻ പറ്റൂല, ബാപ്പ മകനോ മകൻ ബാപ്പാക്കോ കൊടുക്കാൻ പറ്റൂല. നമ്മളും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലുള്ള ഫിത്ർ സക്കാത്താണ് അല്ലേ. അപ്പൊ അത് നിയ്യത്താക്കിയിട്ട് കൊടുക്കണം. വാങ്ങുന്നവന് ഇൻഷാ അല്ലാഹ് നിന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ സ്വീകരിച്ചു എന്ന് മനസ്സിൽ കരുതിയെങ്കിലും വേണം. കാരണം സക്കാത്തുൽ ഫിത്ർ തുഹ്റത്തുൽ ലിസ്സാഇമി മിനൽ ലഗ്വി, ഒരു നോമ്പുകാരന്റെ അശ്രദ്ധമായി സംഭവിച്ച തെറ്റുകളിൽ നിന്ന് അള്ളാഹു അവന് കൊടുക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഫിത്ർ സക്കാത്ത്. അപ്പൊ അത് നമ്മൾ കണിശമായി പാലിക്കണം. എത്ര വരെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ദാരിദ്ര്യ രേഖയിലേക്ക് നോക്കുമ്പോൾ അത്രയും അനിവാര്യമാണ്. അങ്ങനെ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പോയാൽ അയാൾക്ക് പെരുന്നാൾ നിസ്കാരം കിട്ടൂല. എന്നാൽ ഫിത്ർ സക്കാത്ത് കിട്ടാതെ ഒരു വീട്ടിൽ പട്ടിണി തീരൂല എന്നുണ്ടെങ്കിൽ അയാൾ പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫിത്ർ സക്കാത്ത് കൊടുക്കലിനാണ് എന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഇന്നൊന്നും ആ സിറ്റുവേഷൻ ഇല്ല. അൽഹംദുലില്ലാ അലാ നിഅമതിഹി തതിമു സ്വാലിഹാത്ത്. അല്ലാഹു വലിയ നിഅമത്താ നമുക്കൊക്കെ തന്നത്. നമ്മളത് ചിന്തിച്ചാൽ മതി, നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതി. അള്ളാഹ് നമുക്കെന്ന ഓരോ നിയമത്തും നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അല്ലേ. ഇപ്പൊ മഹാകുംഭമേളയിൽ സോഷ്യൽ മീഡിയ കണ്ടെത്തിയ ഒരു വെള്ളാരം കണ്ടുള്ള മൊണാലിസ കോഴിക്കോട് വന്നിട്ട് ഒരു സ്വർണ്ണക്കടയുടെ നാട മുറിച്ചു. അവള് തിരിച്ചു പോകുമ്പോ 25 വയസ്സുള്ള മൊണാലിസ എന്ന് പറയുന്ന കുപ്പിവളയും കല്ലുമാലയും വിറ്റിട്ട് മഹാകുംഭമേളയുടെ പ്രയാഗ് ഘട്ടിൽ നടന്നുപോയ ആ പെൺകുട്ടിയോട് മലയാളി മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പൊന്നുമോളെ നിന്റെ അടുത്ത സ്വപ്നം എന്താണ്? ആ കുട്ടി പറഞ്ഞെന്തറിയോ, എനിക്ക് എന്റെ ഗ്രാമത്തിൽ പോയിട്ട് സ്ലേറ്റും പെൻസിലും പുസ്തകവും പേനയൊക്കെ എടുത്തിട്ട് അക്ഷരമാലകൾ എഴുതി പഠിക്കണം. അപ്പൊ 10-25 വയസ്സായിട്ട് സ്കൂള് കണി കണ്ടിട്ടില്ല. കാരണം സ്കൂൾ എന്നുള്ളത് ആ കുട്ടിന്റെ കൺസേൺ ആയിട്ടില്ല ഇത്ര കാലം. ഇപ്പൊ ഒരു സെലിബ്രിറ്റി പരിവേഷം കിട്ടിയപ്പോ ഈ സ്കൂളിൽ പോകണം എന്നുള്ള ബോധം കിട്ടി. അപ്പൊ നമ്മളെ മക്കളെ പറ്റി ആലോചിച്ചാൽ മതി. 10 വയസ്സുള്ള നിങ്ങളീ കുട്ടികള് ഖുർആൻ ഓതുകയാണ്, അറബി വായിക്കുകയാണ്, ഇംഗ്ലീഷ് വായിക്കുകയാണ്, മലയാളം വായിക്കുകയാണ്, എഴുതുകയാണ്, പഠിക്കുകയാണ് അല്ലേ. ഇതെങ്ങനെ കിട്ടിയ? നമ്മളൊന്നും വളരെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു ആംബിയൻസ് അല്ലാഹു തആല നമുക്ക് ഇവിടെ തന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികളൊക്കെ ഇതിന് പാകപ്പെട്ടു. ഇതൊരു നിയമത്താണ്. ആ നിയമത്ത് മനസ്സിലാക്കാന് അപ്പുറത്ത് നിന്ന് അത് കിട്ടാതെ പോയ ഒരു പെൺകുട്ടിയുടെ രോദനം നമുക്ക് കേൾക്കേണ്ടി വന്നു. ഇങ്ങനെ ഓരോ കാര്യം ചിന്തിച്ചു. ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മളെ കാര്യം ഒരാൾ ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലായിരിക്കും. അതില്ല ഇതില്ല, അവിടെ കടക്കണി ഇവിടെ കടക്കണി, അത് പ്രതിസന്ധിയില്ലേ. നമ്മൾ വേറൊരാളിലേക്ക് ജീവിതത്തെ ചേർത്തി നോക്കുമ്പോൾ പക്ക പെർഫെക്റ്റ് അല്ലേ നമ്മുടെ ജീവിതം. അതാണ് ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാന്റെ നിയമത്ത് മറക്കാൻ പാടില്ല. ഒരു ദിവസം അലീസന്റെ കൂടെ ആട്ടർച്ച് കിട്ടിയപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? അല്ലാഹു ഓർക്കും, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. എന്നിട്ട് അടുത്ത ആയത്ത് പറയും മുമ്പ് സിദ്ദീഖ് തങ്ങൾ വിതുമ്പി, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ നിഅമത്തിനെ പറ്റി അല്ലാഹു നാളെ മഹ്ശറിൽ ചോദിക്കൂലേ. എന്ത്? അലീസന്റെ കൂടെ ആട്ടർച്ച് കിട്ടിയപ്പോ ഇസ്ലാമിന്റെ ഖലീഫ പറഞ്ഞു പോയ വാക്കാണ്. അപ്പൊ നമ്മുടെ നിയമത്തുകളെ നമുക്ക് ഓർത്താലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മസ്ജിദിൽ നടക്കുന്ന കളക്ഷൻ അവസാനത്തെ റമദാന്റെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ എല്ലാ വിഭാഗം ദീനിന്റെ ഖാദിമീങ്ങളുടെയും അഥവാ ഈ പള്ളി മഹല്ലിലെ മൊത്തം ഇസ്ലാമിന്റെ ജീവനക്കാർ, ഇസ്ലാമിന്റെ ഖാദിമീങ്ങളായിരിക്കുന്ന ഉസ്താദുമാർക്ക് പെരുന്നാൾ കഴിക്കാനുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അവര് പള്ളിയായിട്ട് ഇപ്പൊ റമദാനിൽ അവർക്ക് ലീവില്ല. കാരണം അവർ ഇമാമത്ത് നിൽക്കുകയാണ്, അവർ തറാവീഹ് നിൽക്കുകയാണ്, അവര് ദുആക്ക് നേതൃത്വം കൊടുക്കുകയാണ്, അവരുടെ പള്ളിയിൽ ആരാധനാ കർമ്മങ്ങൾ ശ്രദ്ധിക്കുകയാണ് അല്ലേ. അവർ ലീവായിട്ട് നാട്ടിൽ പോയി നിൽക്കുകയല്ല. അപ്പൊ അത്തരം മസ്ജിദിന്റെ ജീവനക്കാർക്കുള്ള പെരുന്നാൾ പിരിവാണ് ഈ പ്രാവശ്യം. എല്ലാ റമദാനിലും നമ്മൾ അവസാനത്തെ വെള്ളിയാഴ്ച അത്തരം കാര്യത്തിലേക്കാണ് അത് വകയിരുത്താറുള്ളത്. എല്ലാവരും ആ നിയ്യത്തോടു കൂടെ തന്നെ അത് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പെരുന്നാൾ നിസ്കാരം 7:30 ഈ വർഷവും ഈ പ്രാവശ്യവും നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. പെരുന്നാൾ എന്നാണോ ഇനി മറ്റൊരു അറിയിപ്പ് കിട്ടേണ്ടതിന്റെ ആവശ്യത്തിലേക്ക്
വേണ്ടിയിട്ട് നമ്മളാരും പോകേണ്ടതില്ല. 7:30 നിസ്കാര നിർവഹണ സമയമാണ്. അപ്പൊ എല്ലാവരും 7 മണിക്ക് തന്നെ ഇവിടെ അറ്റൻഡ് ചെയ്യുക. തക്ബീറൊക്കെ ചൊല്ലി, അതൊക്കെ അല്ലേ വലിയ കൂലിയുള്ള കാര്യം. നേരെ നിസ്കാരത്തിൽ കണ്ട് ഓടി വരിക എന്നുള്ളതല്ല. നമുക്ക് എന്താ ഒന്ന് നേരത്തെ നീച്ച് അറബികളൊക്കെ കണ്ടില്ലെങ്കിൽ എത്ര നേരത്തെ നിസ്കാരം കഴിക്കും. അതാണ് ഒരു പെരുന്നാൾ നിസ്കാരം കുറെ നീട്ടി വെച്ചുകൊണ്ട് കാര്യമില്ല. അത് ഏറ്റവും നേരത്തെ നിർവഹിക്കേണ്ട ഒരു സാധനമാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ എന്തെങ്കിലും സുന്നത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും ഒന്ന് ലഘുവായിട്ട് ഭക്ഷിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് വരിക. കാരണം 30 ദിവസം നോമ്പ് നോറ്റ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ലഘു എന്തെങ്കിലും തിന്നിട്ട് നിങ്ങൾ നോമ്പിനെ പെരുന്നാൾ നിസ്കാരത്തിന് പോയിക്കോന്നാണ് ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 7:30 നിസ്കാരം നിർവഹിക്കപ്പെടുന്ന സമയമാണ്. मेरे प्यारे भाई लोग, हमारे नमाज ईद उल फितर इंशाअल्लाह 7:30 बजे को हम जमाअत अदा करते हैं. आप लोगों से भी एक बात इंशाअल्लाह मैं ऐलान करता हूँ. ഒരു ചാക്കാരി നമ്മുടെ ദർസിലേക്ക് ഒരു വ്യക്തി സംഭാവന ചെയ്തിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു സ്ത്രീ ഒരു ചാക്കാരി സംഭാവന ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഹലാലായ മുറാദുകളൊക്കെ അതിന്റെ പുണ്യം കൊണ്ട് ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ആവശ്യത്തിലേക്ക് വേണ്ടി പിറകിൽ വാങ്ങിയ 4 സെന്റ് കണ്ണായ വളരെ വിലപിടിപ്പുള്ള സ്ഥലം, അതിന്റെ ബാധ്യത നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കിടക്കുകയാണ്. ബന്ധപ്പെട്ട അഭ്യുദയ കാംക്ഷികളൊക്കെ തന്നെ മസ്ജിദിന് വേണ്ടിയിട്ട് എടുത്തൊരു സ്ഥലമാണ് എന്ന അർത്ഥത്തിൽ റമദാനൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ഉറപ്പുവരുത്തണമെന്ന് പള്ളിക്ക് വേണ്ടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഒരുപാട് ആൾക്കാരെ നമ്മൾ വായിൽ ഓർക്കുന്നുണ്ട്. നമ്മളെ ഉസ്താദുമാർക്ക് കിറ്റ് കൊടുത്തത് മുതൽ റമദാന്റെ മുമ്പ് തന്നെ കൊടുത്തു. അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ സമൃദ്ധമായ കിറ്റാണ് കൊടുത്തത്. മാത്രമല്ല അതെല്ലാ ജീവനക്കാർക്കും, മദ്രസയിലെയും മഹല്ലിലെ മൊത്തം എല്ലാ ജീവനക്കാർക്കും, മദ്രസയിലെയും പള്ളിയിലെയും ജീവനക്കാർക്കും മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അസർക്ക് ശേഷം ഇവിടെ ഒരു തേങ്ങാച്ചോറ് വെക്കുന്ന രീതിയുണ്ട്. അത് പഴയ കാലം മുതലേ നമ്മൾ ആചരിച്ചു പോരുന്ന ഒരു ഉപചാരപൂർവ്വമുള്ള ഒരു പ്രക്രിയയാണ്. അതിലേക്ക് സഹായം ചെയ്ത ആൾക്കാരുണ്ട്. ബദരീങ്ങളുടെ ആണ്ടിന് സഹായം ചെയ്ത ആൾക്കാരുണ്ട്. ഇവിടെ ഇഫ്താർ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്ത ആൾക്കാരുണ്ട്. നമ്മുടെ AC-ക്ക് സഹായം ചെയ്തെന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആളുകളുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് മറക്കാൻ പറ്റൂല. അവരെ മുഴുവൻ ഓർക്കുക. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ ഓർക്കുക. പഠിച്ചോനെ തമ്പുരാനെ, റമദാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഈ വർഷത്തെ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നോമ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും നിന്റെ മസ്ജിദിനെയും നിന്റെ മദ്രസയെയും നിന്റെ ദർസിനെയും നിന്റെ ഇൽമിനെയും നിന്റെ മുഅല്ലിമീങ്ങളെയും നിന്റെ മുതഅല്ലിമീങ്ങളെയും സ്നേഹിച്ച ആളുകളെ നീ 2 ലോകത്തും കൂട്ടിച്ചേർത്ത് നിർത്തണേ അല്ലാഹ്. അവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ അവർക്ക് കാവലാവണേ അല്ലാഹ്. റമദാൻ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ആപാലവൃത്തം വരുന്ന ജനങ്ങളാണ്. വളാഞ്ചേരി ജുമാ മസ്ജിദിന്റെ മനോഹരമായ ഈ 4 കെട്ടിന്റെ അകത്ത് വെച്ചിട്ട് വ്യത്യസ്ത തട്ടുകളിലായി വളരെ വിശ്വാസപൂർവ്വം ഈ പള്ളിയിൽ ഭജനം ഇരുന്നിട്ട് നിന്റെ ദർബാറിലേക്ക് കൈയുയർത്തുന്നത് സാധുക്കളായി ഞങ്ങളുടെ ആമീൻ തട്ടിക്കളയരുതേ അല്ലാഹ്. പാപങ്ങളെ മോചിപ്പിക്കണേ അല്ലാഹ്. മാപ്പ് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന നാഥ, സാധുക്കളായി ഞങ്ങൾക്ക് മാപ്പ് നൽകണേ നാഥ, മാപ്പ് നൽകണേ നാഥ, മാപ്പ് നൽകണേ നാഥ. ഞങ്ങളുടെ കൺമണികളായ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്, കൗമാരക്കാരുണ്ട്. ആ സാധുക്കൾ പെട്ടുപോയ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അശ്രദ്ധ കൊണ്ട് ചെയ്തു പോയ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹുവേ, ആ സാധുക്കളുടെ ഭാവിക്ക് വേണ്ടി നീ റമദാന്റെ ഹക്ക് കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരാക്കി തരണേ അല്ലാഹ്. അവരെ ദീനിന്റെ അഹിലുകാരാക്കി തരണേ അല്ലാഹ്. അവരെ കൊണ്ടൊരു കുടുംബത്തെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളുടെ കുട്ടികളുടെ കയ്യിലേക്ക് ലഹരി കൊടുക്കല്ലേ അല്ലാഹ്. അതിൽ പെട്ടുപോയവരെ മോചിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വേണം റബ്ബേ. അവരെ വഴികേടിലാക്കല്ലേ അല്ലാഹ്. ഹിദായത്ത് കൊണ്ട് അലങ്കരിക്കണേ അല്ലാഹ്. ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ദാമ്പത്യത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പള്ളിയെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് സഹായം ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ഇന്നും ഒരു സഹോദരൻ മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി നേപ്പാളിലെ ഒരു മുസ്ലിം ഗ്രാമത്തിലേക്ക് കുടൽ കിണർ കുടിക്കാനുള്ള സംഭാവന തന്നിട്ടുണ്ട് റബ്ബേ. നീ അത് കബൂലാക്കണേ അല്ലാഹ്. അതിലെ പറ്റാത്ത ഉറവ ആ ബാപ്പാന്റെ ഖബറിലേക്കുള്ള പുണ്യത്തിന്റെ ഉറവയാക്കി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ എത്ര പ്രവാസികള്, അങ്ങനെ എത്ര നാട്ടിലുള്ളവര് ദീനിനെ ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണ്. മടി കൂടാതെ പൈസ എടുത്ത് സ്വതക്ക ചെയ്യുന്ന ആൾക്കാരാണ്. കച്ചവടക്കാരുണ്ട് റബ്ബേ, ബിസിനസ് ചെയ്യുന്നവരുണ്ട് റബ്ബേ, സാധാരണക്കാരുണ്ട് റബ്ബേ. അവർക്കൊന്നും കുറവ് വരുത്തല്ല അല്ലാഹ്. വെച്ചടി വെച്ചടി പുരോഗതി കൊടുക്കണേ അല്ലാഹ്.
കോരിയ കിണർ പോലെ ഉറവ പറ്റാത്ത ലാഭം കൊണ്ടവരെ കച്ചവടങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. ഈ നാട്ടിലെ നന്മ ചെയ്യുന്നവന്റെ പച്ചപ്പാണ് ഈ പള്ളിയുടെ ദീനിന്റെ പച്ചപ്പ്. ആ പച്ചപ്പ് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ പുണ്യം നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ കുറ്റങ്ങളെ നീ മായ്ച്ചു തരണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ അകത്തോ പുറത്തോ ഏതെങ്കിലും രോഗങ്ങൾ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടെങ്കിൽ ശിഫയാക്കണേ ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. യതീമക്കളെ ചേർത്ത് പിടിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ദീനിന്റെ അഹ്ലുകാരെ ചേർത്ത് പിടിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പള്ളിയെ സഹായിക്കുന്നവരെ രണ്ട് ലോകത്തും നീ സഹായിക്കണേ അല്ലാ. അയ്യൂബ് ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പൊന്നുമോള് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ലിവർ മാറ്റി വെച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആ പൊന്നുമോള് കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് വിട പറഞ്ഞു. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗത്തിലെ ഒരു പറവയാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മുത്തവല്ലിമാര്, കഴിഞ്ഞ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ഈ പള്ളിയുടെ ഇമാമമാര്, അവരെ ഞങ്ങൾ ഓർക്കുകയാണ്. അവരെ ഖബറിലേക്ക് വെളിച്ചം നിറക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഹയാത്തിലുള്ള ബാപ്പയും ഉമ്മയുമുള്ള മക്കൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, മതി വരുവോളം പൂതി തീരുവോളം ആ ഉമ്മാനെയും ഉപ്പാനെയും കണ്ണിറയെ കണ്ട് ആസ്വദിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ആയുരാരോഗ്യവും തൗഫീഖും നൽകണേ അല്ലാ. നിങ്ങളെ ബാപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നിങ്ങളെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഭാര്യക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, മക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, നിങ്ങളെ തടിക്ക് ആഫിയത്ത് തരണേ അല്ലാ, സഹോദരി സഹോദരങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. റമദാനിൽ ചോദിച്ചാൽ നൽകാത്തതൊന്നുമില്ല റബ്ബേ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണേ അല്ലാ, ഞങ്ങൾക്ക് ഇജാബത്ത് തരണേ അല്ലാ. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ പാപം മോചിപ്പിക്കപ്പെട്ട കൽബുമായി ഞങ്ങൾ ഇറങ്ങണേ അല്ലാ. ഉമ്മ പറ്റ മക്കളെ പോലെ ഞങ്ങൾ ശുദ്ധ ഹൃദയരാവണേ അല്ലാ. اللهم استجب دعوتنا يا مجيب دعوة المضطرين اللهم ارحمهما كما ربيانا صغارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لحينا وميتنا يا غافر المذنبين آمين 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 برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.